ഹായ്, 10ാം ക്ലാസ് ലൈറ്റിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. HTML CSS ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ടൈപ്പ് സെലക്ടർ എന്താണെന്നുള്ളതും കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന 2 വഴികളുണ്ട്. ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്താണ്, അതേപോലെ തന്നെ ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യത്തെ പാർട്ടിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി. ഞാനിവിടെ വിക്കിപീഡിയയിലെ 2 പേജാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് വെബ് പേജിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പേജാണ്, രണ്ടാമത്തത് CSSനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള പേജാണ്. വേറൊരു പേജ് നോക്കി ജാക്കി ചാനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു പേജിലുള്ളത്. അടുത്ത പേജിലുള്ളത് പ്രഭാസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇവിടെ 4 പേജിലും വേറെ വേറെ ഉള്ളടക്കങ്ങളാണുള്ളത്. എന്നാൽ അതിൻ്റെ ഒക്കെ തന്നെ ഡിസൈൻ നോക്കിയേ, അതിൻ്റെ ലേഔട്ട് ഒക്കെ സെയിം ആണ്. അതായത് ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അധിക വെബ്സൈറ്റിലും എല്ലാ പേജുകളും ഏകദേശം ഒരേ ലേഔട്ടിലായിരിക്കും ഉണ്ടാവുക, അല്ലെ? അതിന് മെയിൻ പേജിന്റെ അതേ ലേഔട്ടിലായിരിക്കും ബാക്കിയുള്ള പേജുകളിൽ ഡിസൈനും പൊതുവെ കൊടുക്കാറുള്ളത്. ഈ വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ആയിട്ടാണ് ഈ സ്റ്റൈല് കൊടുക്കുന്നതെങ്കിൽ ഓരോ പേജിന്റെയും മുകളിൽ നമ്മൾ എന്ത് വേണം, ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കണം. അതേ സ്റ്റൈല് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 2ാമത്തെ പേജിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതേ കോഡ് 2ാമത്തെ പേജിലും മുകളിൽ ആ ഒരു ഹെഡ് സെക്ഷന്റെ ഇടയിലായിട്ട് കൊടുക്കണം. 3ാമത്തെ പേജ് തയ്യാറാക്കുമ്പോൾ 3ാമത്തെ പേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡ് സെക്ഷന്റെ ഇടയിലായിട്ട് ഈ സ്റ്റൈൽ കൊടുക്കണം. ഇതുപോലെ ലക്ഷക്കണക്കിന് പേജുള്ള വിക്കിപീഡിയ പോലുള്ള ഒക്കെ സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ പേജിന്റെയും മുകളിലുള്ള ഹെഡ് സെക്ഷനിൽ പോയിട്ട് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കണ്ടേ, ഈ സ്റ്റൈൽ കോഡുകൾ കൊടുക്കണ്ടേ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? അത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്ക്. നമുക്ക് ആവശ്യമായുള്ള സ്റ്റൈലുകളൊക്കെ തന്നെ ഒരു ഫയലായിട്ട് സേവ് ചെയ്യുന്നു. ഒറ്റൊരു ഫയലായിട്ട് ആവശ്യമായുള്ള സ്റ്റൈലുകളൊക്കെ ഒറ്റൊരു ഫയലായിട്ട് സേവ് ചെയ്യുന്നു. ആ ഒരു സ്റ്റൈലിനെ നമുക്ക് വേണ്ട പേജിലേക്കൊക്കെ തന്നെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയാലോ? 1,00,000 പേജ് ഉണ്ടെങ്കിൽ ആ 1,00,000 പേജിലേക്കും ഈ ഒരൊറ്റ ഫയൽ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ സ്റ്റൈലുകളൊക്കെ തന്നെ ആ പേജിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കി നോക്കാം. ഞാൻ ആദ്യം നമ്മളിപ്പോൾ അവസാനമായിട്ട് തയ്യാറാക്കില്ല 2 product ഇന്റേണൽ CS എന്ന് പറഞ്ഞ് തയ്യാറാക്കിയ ഈ ഒരു ഫയലിനെ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, ടെക്സ്റ്റ് എഡിറ്റർ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിൽ അതിലെ HTML ആ ഒരു ടാഗുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ കോഡ് ഫുള്ളായിട്ട് കിട്ടി. ഇനി ഇതവിടെ വെച്ച് ഇനി ഞാൻ പുതിയൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ മുകളിൽ ഒരു ഐക്കൺ കണ്ടോ, ഇതിനെ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് എന്നാണ് ഈ ഒരു ഐക്കണിനെ പറയുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു വിൻഡോയിൽ കിട്ടും. ഓക്കെ, ഈ രീതിയിൽ കിട്ടും. ഇവിടെ ഞാൻ എനിക്ക് ആവശ്യമായുള്ള സ്റ്റൈലുകളൊക്കെ തന്നെ സ്റ്റൈൽ കോഡുകളൊക്കെ തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നുകിൽ ഇത് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ഇത് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ഇവിടെ നിന്ന് ഞാൻ ഈ സെയിം സാധനമാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇത് മുഴുവൻ കോപ്പി ചെയ്യാം. ഈ ഒരു സ്റ്റൈൽ ടാഗിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ഇത്ര വരെ. സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗൊന്നും വേണ്ട, അതിനെ കോപ്പിയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇതിൽ മൊത്തം സ്റ്റൈൽ കോഡുകളാണുള്ളത്. ഈ സ്റ്റൈൽ കോഡിനെ ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. ഈ സ്റ്റൈൽ കോഡിനെ ഞാൻ സേവ് ചെയ്യാണ്. ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, സേവ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. ആ ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്യുമ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ കോഡാണ്. ഞാൻ ജസ്റ്റ് style.css എന്ന് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പേരാണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. .css എന്ന് പറയുന്നത് എക്സ്റ്റൻഷനാണ്. സ്റ്റൈൽ കോഡുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ .css എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ വേണം സേവ് ചെയ്യാൻ. സ്റ്റൈൽ കോഡുകൾ മാത്രം കൊടുത്തുകൊണ്ട് നമ്മളത് സേവ് ചെയ്യുമ്പോൾ .css എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കണം. CSS മീൻസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. .css എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. ക്ലിയർ അല്ലേ? ആ കാര്യങ്ങൾ സംശയമില്ല. അതിന് പുതിയൊരു ഡോക്യുമെൻ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതെവിടെയുള്ള ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് വലിച്ച് ഇടാണ്. ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി വലിച്ചിട്ടു എന്ന് മാത്രം. ഓക്കെ, എന്നിട്ട് ഇവിടെ HTML കോഡുകൾ ടൈപ്പ് ചെയ്തിടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൊടുത്ത അതേ കോഡുകൾ തന്നെയാണ്. അതിലിവിടെ ഹെഡർ സെക്ഷൻ്റെ അകത്ത് സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല. ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈലും ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ആ ഒരു HTML കോഡുകൾ മാത്രം ടൈപ്പ് ചെയ്തു. ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എവിടെ സേവ് ചെയ്യണം? നമ്മുടെ ഹോമിലാണുള്ളത്. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ ഉണ്ട്. ആ ഒരു ഫോൾഡറിലേക്ക് വരിക. ആ ഒരു ഫോൾഡറിനകത്ത് നമുക്കൊരു പേര് കൊടുക്കണം. ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേര് സ്കൂൾ ഷോപ്പ് എക്സ്റ്റേണൽ CSS എന്നൊരു പേര് കൊടുത്തു. എക്സ്റ്റൻഷൻ എന്ത് കൊടുക്കുക? HTML. കാരണം HTML കോഡുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് HTML ഫയലായിട്ടാണ് നമ്മളിത് സേവ് ചെയ്യേണ്ടത്. .html എന്ന എക്സ്റ്റൻഷൻ കൊടുക്കാം. .html എന്ന എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്യാം.
ഓക്കെ, അതായത് നമ്മളിപ്പം തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റൈൽ ഡോട്ട് CSS എന്ന് പറയുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റും ഇവിടെ സേവ് ചെയ്തു. അതേപോലെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന HTML ഫയൽ ഇവിടെ സേവ് ചെയ്തു. ആ ഒരു HTML ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും അതിലില്ല. കാരണം എന്താ, സ്റ്റൈല് വരാൻ നമ്മൾ ജസ്റ്റ് സ്റ്റൈലൊക്കെ ഒരു ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അതേ ഫോൾഡറിൽ, ശ്രദ്ധിക്കണം, അതേ ഫോൾഡറിൽ HTML ടാഗുകൾ കൊടുത്തിട്ട് ആ ഒരു വെബ് പേജിൻ്റെ ആ ഒരു HTML ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൈലുകളൊക്കെ ഇതിലേക്ക് വരുത്തണമെങ്കിൽ ഈ ഒരു ഫയലിനെ ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കണം. ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഇതാ ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹെഡ് സെക്ഷൻ്റെ ഇടയിലായിട്ട്, ഹെഡ് സെക്ഷനിൽ ഹെഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ സ്റ്റൈൽ ടാഗാണ് ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗാണ് ഇവിടെ ഉപയോഗിക്കുക. ലിങ്ക് എന്ന് മാത്രം കൊടുത്താൽ കാര്യമില്ല, ഒരു സ്പേസ് ഇടുക. എന്നിട്ട് REL എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അത് കൊടുക്കണം. REL ഈക്വൽ ടു ഡബിൾ ക്വാഡ്സ് ഇട്ട് കൊടുക്കാം. ഡബിൾ ക്വാഡ്സ് കൊടുക്കാൻ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഡബിൾ ക്വാഡ്സിൻ്റെ ആ ഒരു കീ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. സ്റ്റൈൽ ഷീറ്റ് ഇത് ഇതേപോലെ നോക്കി ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് ഈക്വൽ ടു വീണ്ടും ഡബിൾ ക്വാഡ്സിൻ്റെ ഇടയിലായിട്ട് text/CSS എന്നിട്ട് HREF ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നതാണ് അർത്ഥം. ഈക്വൽ ടു ഇടുക, ഡബിൾ ക്വാഡ്സ് ഇടുക. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് എന്താണോ അത് അതേപോലെ കൊടുക്കുക. ആ പേര് അതേപോലെ ഇവിടെ കൊടുക്കുക. അതായത് നമ്മുടെ ആ ഒരു സ്റ്റൈൽ ഡോട്ട് CSS എന്നതാണല്ലോ നമ്മുടെ ആ ഒരു സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര്. ആ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ആ പേര് അതേപോലെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടാഗ് ജസ്റ്റ് ആ ഒരു ടാഗ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ ലിങ്ക് എന്ന് പറയുന്ന ടാഗ് കൊടുത്തു എന്ന് മാത്രം. ആ ലിങ്ക് എന്ന് പറയുന്ന ടാഗിന് 3 ആട്രിബ്യൂട്ട് ഉണ്ട്, REL, ടൈപ്പ്, HREF. ഇത് കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് സേവ് ചെയ്യാം. ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താലും മതി. ഞാൻ ഇതിനെ റീലോഡ് ചെയ്യുന്നു. റീലോഡ് ചെയ്യാൻ ഇത് ഇവിടെ റീലോഡ് കറണ്ട് പേജ് ഉണ്ട്, അത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അതിൽ ആ സ്റ്റൈൽ മുഴുവൻ വന്നു. എന്താ ഇവിടെ സംഭവിച്ചേ, നമ്മൾ ജസ്റ്റ് HTML കോഡുകൾ മാത്രം ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ .html എന്ന എക്സ്റ്റൻഷനിൽ നമ്മുടെ HTML ഫയൽ സേവ് ചെയ്തു. അതിലേക്ക് വേണ്ട സ്റ്റൈലുകളൊക്കെ തന്നെ ആ സ്റ്റൈല് മാത്രം എടുത്തിട്ട് ഒരു ഫയലായിട്ട് ഇവിടെ .css എന്ന എക്സ്റ്റൻഷനിൽ സ്റ്റൈൽ ഷീറ്റായിട്ട് സേവ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ സ്റ്റൈല് വേണ്ട വെബ് പേജിലേക്ക് ജസ്റ്റ് ലിങ്ക് ടാഗ് ഉപയോഗിച്ചിട്ട് അതിനെ ലിങ്ക് ചെയ്ത് കൊടുത്തു. ലിങ്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിലെ സ്റ്റൈല് മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇനിയും ഞാൻ വേറെ ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നു, അതിനെ .html എന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഈ സ്റ്റൈലുകളൊക്കെ വേണ്ടിക്ക് എന്ത് ചെയ്താൽ മതി, ഞാനിത് മുഴുവൻ ടൈപ്പ് ചെയ്യാൻ പോകണ്ട, ഇതിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെയും ലിങ്ക് ടാഗ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്താൽ മതി. ഈ രീതിയിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ട്, പേര് പോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആവശ്യമായുള്ള സ്റ്റൈൽ കോഡുകൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യും. ആവശ്യമായുള്ള പേജിന് അത് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ 3 വഴികളിലൂടെ നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ, ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ, എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ. ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ടാഗിന്റെ കൂടെ തന്നെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യമായ പ്രോപ്പർട്ടീസ് വാല്യൂ ആ സ്റ്റൈൽ കോഡ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേജിന്റെയും ഹെഡ് സെക്ഷൻ ഇടയിലായിട്ട് നമുക്ക് ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ ടൈപ്പ് സെലക്ടർ ആയിട്ടൊക്കെ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് പുറത്ത് ആവശ്യമായുള്ള സ്റ്റൈലുകളൊക്കെ ഒരു .css എക്സ്റ്റൻഷനോട് കൂടി ഒരു CSS ഫയലായിട്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജിനൊക്കെ തന്നെ ആ ഒരു ഫയൽ ലിങ്ക് ചെയ്ത് കൊടുക്കും. ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റൈൽ എന്ന് പറയും. ഈ 3 കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവയുടെ പ്രസിഡൻസ്. അതായത് ഒരു ടാഗിന് ഞാൻ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈലായിട്ടും ഒരു സ്റ്റൈൽ കൊടുക്കുന്നു, ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈലായിട്ട് ഒരു സ്റ്റൈൽ കൊടുക്കുന്നു, എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈലായിട്ട് ഒരു സ്റ്റൈൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരുന്നത്, 3 ഒരുമിച്ചൊന്നും വരില്ല. അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ഈ 3 സ്റ്റൈലുകളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും വരിക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇവിടെ ഞാൻ ഇന്റേണൽ സ്റ്റൈലായിട്ട് പാരഗ്രാഫിന് ഇവിടെ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇന്റേണൽ സ്റ്റൈലാണെന്ന് എങ്ങനെ മനസ്സിലായേ, ഹെഡ് സെക്ഷൻ്റെ ഇടയിൽ സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളിത് ഈ രീതിയിൽ സ്റ്റൈൽ കോഡ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിതിനെ ഇന്റേണൽ എന്നല്ലേ പറയാം. ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ കൊടുത്തു. അതേ ടാഗിന് തന്നെ
ഇവിടെ ഇൻലൈൻ സ്റ്റൈലായിട്ട്, അതായത് ഇൻലൈൻ ആകുമ്പോൾ ആ ടാഗിൻ്റെ സൈഡിലായിട്ട് ഒരു ആട്രിബ്യൂട്ട് കൊടുക്കും അല്ലെ, സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി വാല്യൂ കൊടുക്കും. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഇൻലൈൻ ആയിരിക്കും. അതായത് ഇൻലൈൻ ആയിട്ട് എന്താണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂ, ആ ഒരു സ്റ്റൈലായിരിക്കും നമുക്ക് കിട്ടുക. കാരണം ഇൻലൈൻ ആയിട്ട് ഞാൻ പാരഗ്രാഫിന് കൊടുത്തത് ഹോട്ട് പിങ്ക് എന്നാണ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഇൻലൈൻ അവിടെ ഇല്ലെങ്കിൽ, ഇൻലൈൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, അത് ഈ ഒരു സ്റ്റൈൽ സെക്ഷൻ അവിടെ ഇല്ല എങ്കിൽ ഇനി ഇത് സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഇൻറ്റേർണൽ ആയിരിക്കും വരുന്നത്. അതായത് ആ ഒരു പ്രയോറിറ്റി, അതിൻ്റെ പ്രസിഡൻസ് എന്ന് പറയും, അതിൻ്റെ മുൻഗണനാക്രമം എന്ന് നമുക്ക് പറയാം. ആ മുൻഗണനാക്രമം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ഈ 3 ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈലിൽ കൊടുത്തതായിരിക്കും നമുക്ക് ആ ഒരു വെബ് പേജിൽ കിട്ടുക. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന, പ്രാക്ടിക്കൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണിത്. മറ്റൊരു IT വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ദർശൻ സൈനിങ് ഓഫ്.